Hello everyone, I am Tasni. Welcome to Tasni's Way. അപ്പോൾ ലിംഗ്വിസ്റ്റിക്സിലെ ഫസ്റ്റ് മൊഡ്യൂളിലുള്ള ബാക്കി ഭാഗം എന്ന് പറയുന്നത് ലാംഗ്വേജ് ആൻഡ് കൾച്ചർ ആണ് വരുന്നത്. ലാംഗ്വേജ് ആൻഡ് കൾച്ചർ ആർ ക്ലോസ്ലി കണക്റ്റഡ്. എ പെർട്ടിക്കുലർ ലാംഗ്വേജ് യൂഷ്വലി പോയിൻറ്റ്സ് ഔട്ട് ടു എ സ്പെസിഫിക് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. സോ ലാംഗ്വേജ് ആൻഡ് കൾച്ചറാണ് നമുക്കുള്ള അടുത്ത ടോപ്പിക്ക്. ലാംഗ്വേജ് ആൻഡ് കൾച്ചർ എന്ന് പറയുന്നത് ക്ലോസ്ലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. എ പെർട്ടിക്കുലർ ലാംഗ്വേജ് യൂഷ്വലി പോയിൻറ്റ്സ് ഔട്ട് ടു എ സ്പെസിഫിക് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിനെ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നൊരു സംഭവമാണ്. ദ അക്വിസിഷൻ ഓഫ് എ ലാംഗ്വേജ് നോട്ട് ഓൺലി ഇൻവോൾവ്സ് ലേണിംഗ് ഇറ്റ്സ് ആൽഫബറ്റ്, the word arrangement and the rules of grammar, but also learning about the customs and behavior of a specific society that speaks that language. So language എന്ന് പറയുന്നത് നോട്ട് ഓൺലി ദാറ്റ് ഒരു ആൽഫബറ്റിൻ്റെയോ അല്ലെങ്കിൽ വേർഡ് അറേഞ്ച്മെൻറ്റ്സിൻ്റെയോ ഗ്രാമർ റൂൾസിൻ്റെയോ മാത്രമുള്ളൊരു ലേണിംഗ് മാത്രമല്ല, അതിൻ്റെ മാത്രമുള്ളൊരു ലേണിംഗ് അല്ല, മറിച്ച് ആ ഒരു സ്പെസിഫിക് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ കസ്റ്റംസും അവരുടെ ബിഹേവിയറും അവരുടെ ആ ഒരു സൊസൈറ്റിയിൽ അവർ സംസാരിക്കുന്ന ലാംഗ്വേജിൻ്റെ ആ സ്പെസിഫിക് ഓരോ കാര്യങ്ങളുടെയും കൂടെ ഒരു ഇതാണ് എന്ത് പറയുന്നത് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അല്ലാതെ ഈ പറയുന്ന പോലെ ഗ്രാമർ അല്ലെങ്കിൽ ആൽഫബറ്റ്സ്, വേർഡ്സ് അങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റ്സിന് മാത്രമല്ല, മറിച്ച് ആ ഒരു സൊസൈറ്റീൻ്റെ തന്നെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആ ഒരു സൊസൈറ്റീൻ്റെ ബിഹേവിയർ, അവരുടെ കസ്റ്റംസും അവരുടെ ഇതിൻ്റെ ലൈഫ് സ്റ്റൈലും എല്ലാം അറിയുന്ന ഒന്നാണ് എന്ത് ലാംഗ്വേജ് എന്ന് പറയുന്നത്. It is often said language is culture and culture is language, which implies the homologous relationship between language and culture. So ലാംഗ്വേജ് തന്നെയാണ് കൾച്ചർ, കൾച്ചർ തന്നെയാണ് ലാംഗ്വേജ് എന്നാണ് പറയുന്നത്. അത് കാണിക്കുന്നത് എന്താണ്? ഇറ്റ് ഇംപ്ലൈസ് ദ ഹോമോളോജസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലാംഗ്വേജ് ആൻഡ് കൾച്ചർ. ആ ലാംഗ്വേജ് കൾച്ചർ എന്ന് പറയുന്നതിൻ്റെ റിലേഷൻഷിപ്പ് എന്നത് കാണിക്കുന്നുണ്ട്. ലാംഗ്വേജ് ആൻഡ് കൾച്ചർ ഡെവലപ്ഡ് ടുഗെദർ ആൻഡ് ഇൻഫ്ലുവൻസ്ഡ് ഈച്ച് അതർ ആസ് ദേ ഇവോൾവ്ഡ്. അത് ഇവോൾവ് ആയ കാലത്ത് മുതൽ തന്നെ ലാംഗ്വേജും കൾച്ചറും എന്താണ് ദേ ഡെവലപ്ഡ് ടുഗെദർ, ഒരുമിച്ച് തന്നെയാണ് അത് ഇൻഫ്ലുവൻസ് ചെയ്തതും. അക്കോർഡിംഗ് ടു ദ കൾച്ചറൽ ആന്ത്രപ്പോളജിസ്റ്റ് ആൽഫ്രഡ് എൽ ക്രോബർ, culture started when speech was available, and from that beginning the enrichment of either one caused the further development of the other. സോ ആൽഫ്രഡ് എൽ ക്രോബർ എന്നൊരു കൾച്ചറൽ ആന്ത്രപ്പോളജിസ്റ്റിൻ്റെ രീതിയിൽ നോക്കുകയാണെങ്കിൽ കൾച്ചർ സ്റ്റാർട്ടഡ് വെൻ സ്പീച്ച് വാസ് അവൈലബിൾ. സ്പീച്ച് അവൈലബിൾ, അതായത് സംസാര ഭാഷ അവൈലബിൾ ആയപ്പോഴാണ് എന്ത് കൾച്ചർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഫ്രം ദാറ്റ് ബിഗിനിങ് ദ എൻറിച്ച്മെൻറ്റ് ഓഫ് എയ്തർ വൺ കോസ്റ്റ് ദ ഫർദർ ഡെവലപ്മെൻറ്റ് ഓഫ് ദ അതർ. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഈ കൾച്ചർ സ്പീച്ച് മുഖേനയാണ് കൾച്ചർ വന്നത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ കൾച്ചർ മുഖേന ആയിരിക്കാം കൾച്ചറായിരിക്കാം ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത്, അല്ലെങ്കിൽ ലാംഗ്വേജ് ആയിരിക്കാം കൾച്ചർ ഡെവലപ്പ് ചെയ്തത്. എന്തായാലും സ്പീച്ചിൻ്റെ ഒരു അവൈലബിലിറ്റിക്ക് അനുസരിച്ചാണ് ഈ കൾച്ചറും ലാംഗ്വേജും ഡെവലപ്പായി വന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്തത് എത്നോലോഗാണ്. Ethnologue is a comprehensive reference work that provides information and statistics for all of the world's non-living languages. എത്നോലോഗ് എന്ന് പറയുന്നത് ഒരു കോംപ്രഹെൻസീവ് റെഫറൻസ് വർക്കാണ്. ഒരു ആൾക്കാർ റിസർച്ച് ചെയ്യുന്ന ആൾക്കാരോ പ്രൊജക്റ്റ് ചെയ്യുന്ന ആൾക്കാരോ റെഫറൻസ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള ഒരു വർക്കാണ്. ദാറ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ ഓൾ ഓഫ് ദ വേൾഡ്സ് നോൺ ലിവിങ് ലാംഗ്വേജസ്. എല്ലാ ഇന്ന് നിലകൊള്ളുന്ന ഭാഷകളുടെയും കാര്യങ്ങൾ, അതിൻ്റെ ഇൻഫർമേഷൻസും അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റെഫറൻസ് വർക്കാണ് എന്ത് എത്നോലോഗ് എന്ന് പറയുന്നത്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള, ലോകത്തിലെ തന്നെ എല്ലാ ലിവിങ് ലാംഗ്വേജസിൻ്റെയും ഇൻഫർമേഷൻസ് എല്ലാം ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സിൻസ് 1951 എത്നോലോഗ് ഹാസ് ബീൻ ആൻ ആക്റ്റീവ് റിസർച്ച് പ്രോജക്റ്റ് ഇൻവോൾവിംഗ് ഹൺഡ്രഡ്സ് ഓഫ് ലിംഗ്വിസ്റ്റ്സ് ആൻഡ് അതർ റിസർച്ചേഴ്സ് അറൗണ്ട് ദ വേൾഡ്. എത്നോലോഗ് എന്ന് പറയുന്നത് 1951 മുതൽ തന്നെ ആക്റ്റീവായിട്ടുള്ള റിസർച്ച് പ്രോജക്റ്റ് ഇൻവോൾവിംഗ് ഹൺഡ്രഡ്സ് ഓഫ് ലിംഗ്വിസ്റ്റ് ആണ്. അപ്പോൾ ഈ ഭാഷയായിട്ട് പഠിക്കുന്ന ആൾക്കാർ, ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് ലാംഗ്വേജ്. അപ്പോൾ ഈ ലാംഗ്വേജ് പഠിക്കുന്ന ആൾക്കാർക്ക്, അത് റിസർച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ അത് പ്രൊജക്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കുള്ള ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത് ഈ ഒരു എത്നോലോഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വൈഡ്ലി റിഗാർഡഡ് ആസ് ദ മോസ്റ്റ് കോംപ്രഹെൻസീവ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഓഫ് ഇറ്റ്സ് കൈൻഡ്. അപ്പോൾ ഏറ്റവും മോസ്റ്റ് കോംപ്രഹെൻസീവ് ആയിട്ടുള്ള സോഴ്സ് ഓഫ് ഇൻഫർമേഷനാണിത് തരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അത് എന്തൊക്കെ കാര്യങ്ങളാണ് അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നോക്കാം. ഒന്നാമത്തെ, ദ റീജിയൻസ് വേർ ദ ലാംഗ്വേജ് ഈസ് സ്പോക്കൺ. അതിലുള്ളത് എന്താണ്? ഈ ലാംഗ്വേജ് സ്പോക്ക് ചെയ്യുന്ന സംസാരിക്കുന്ന ആ റീജിയൻസ്. ഓക്കെ, ദ റീജിയൻസ് വേർ ദ ലാംഗ്വേജ് ഇസ് സ്പോക്കൺ. ആ ലാംഗ്വേജ് സംസാരിക്കുന്ന റീജിയൻസിന് ഉണ്ട് അതിൽ. സെക്കൻഡ് വൺ, ഓൾട്ടർനേറ്റ് നെയിംസ് ഓഫ് ദ ലാംഗ്വേജ്. ആ ലാംഗ്വേജിൻ്റെ ഓൾട്ടർനേറ്റ് നെയിംസ് ഉണ്ടാവും.
ഡയലക്ട്സ് ഓഫ് ദ ലാംഗ്വേജ്. ഡയലക്റ്റ് എന്ന് പറയുമ്പോൾ നാടോടി ഭാഷ എന്നൊക്കെയാണ് പറയുക. അതായത് നമ്മുടെ ഉച്ചാരണം, ഓരോ ലാംഗ്വേജിനും ഓരോതായിട്ടുള്ള അവരുടേതായിട്ടുള്ള നാടോടി രീതി ഉണ്ടാവും. നമ്മൾ ഇപ്പോൾ കോഴിക്കോട് സംസാരിക്കുന്ന പോലെയല്ല തിരുവനന്തപുരം സംസാരിക്കുക, അങ്ങനെയുള്ള ആ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതിനെയാണ് അങ്ങനെ പറയുക. അപ്പോൾ നെക്സ്റ്റ് 4th വൺ, ദ 3-letter code that identifies the language according to the ISO 6393 standard. So ഒരു 3-letter കോഡ് എല്ലാ ലാംഗ്വേജിനും ഉണ്ടാവും. ISO 639 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇതുപോലെ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കോഡ്, ഒരു 3-letter കോഡ് ഇതിനുണ്ടാവും. അത് എന്തുണ്ട്, ഈ ഒരു എത്നലോഗിലുണ്ടെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, എസ്റ്റിമേറ്റഡ് പോപ്പുലേഷൻ ഓഫ് സ്പീക്കേഴ്സ്. അതായത് ഒരു പോപ്പുലേഷൻ, എത്ര പേര് ഇത് സംസാരിക്കുന്നുണ്ട്, ഈ ഭാഷ സംസാരിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ കണക്കതിലുണ്ട്. നെക്സ്റ്റ് വൺ, ജനറ്റിക് ക്ലാസിഫിക്കേഷൻ ഓഫ് ദ ലാംഗ്വേജ്. ഈ ഓരോ ലാംഗ്വേജിനും അതിൻ്റേതായിട്ടുള്ള ജനറ്റിക് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, അതും ഇതിൽ അവൈലബിൾ ആണ്. നെക്സ്റ്റ് വൺ, ഡൊമൈൻസ്, ID, ലാംഗ്വേജ് യൂസ് ആൻഡ് വയബിലിറ്റി. ഈ ഒരു ലാംഗ്വേജിൻ്റെ യൂസും അതുപോലെ തന്നെ വയബിലിറ്റിയും എല്ലാം ഇതെന്ത് ചെയ്യുന്നുണ്ട്, അറിയുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിൽ ഈ ഒരു എത്നലോഗിൽ നമുക്കിതെല്ലാം ഇൻക്ലൂഡഡ് ആണെന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, ലാംഗ്വേജ് വൈറ്റലിറ്റി റേറ്റിംഗ് അക്കോർഡിംഗ് ടു EGIDS. EGIDS എന്നുള്ള ഒരു ഇതിൻ്റെ അക്കോർഡിംഗ് ആയിട്ടുണ്ട് നമുക്ക് ലാംഗ്വേജ് വൈറ്റലിറ്റി റേറ്റിംഗ് ഉണ്ട്. നെക്സ്റ്റ് വൺ, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ സ്ക്രിപ്റ്റ്സ് യൂസ്ഡ് ടു റൈറ്റ് ദ ലാംഗ്വേജ്. എന്തൊക്കെ സ്ക്രിപ്റ്റുകളാണ് ഈ ലാംഗ്വേജ് എഴുതാനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ അതിന് യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, സൈറ്റേഷൻസ് ഇഫ് ലിറ്ററേച്ചർ ആൻഡ് അതർ പ്രൊഡക്ട്സ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ സൈറ്റേഷൻസ് ഓഫ് ആണ് കേട്ടോ, സൈറ്റേഷൻസ് ഓഫ് ലിറ്ററേച്ചർ ആൻഡ് അതർ പ്രൊഡക്ട്സ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്. ലിറ്ററേച്ചറുടെ സൈറ്റേഷൻസ്, അതുപോലെ തന്നെ അല്ലെങ്കിൽ മറ്റ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സും ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഈ ഒരു എത്നലോഗ് എന്നുള്ള സംഭവത്തിൽ, ഈ ഒരു റെഫറൻസ് വർക്കിൽ ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അടുത്തത് നമുക്കുള്ളത് ലാംഗ്വേജ് ഡെത്ത് ആണ്. ഇൻ ലിംഗ്വിസ്റ്റിക്സ് ദ ടേം ലാംഗ്വേജ് ഡെത്ത് refers to extinction of a language. A language is said to be dead or extinct when it loses its last native speaker. The renowned linguist David Crystal states in his book, By Hook or by Crook, A Journey in Search of English, one language is dying out somewhere in the world on average every 2 weeks. സോ ലാംഗ്വേജ് ഡെത്ത് എന്ന് പറയുന്നത് മനുഷ്യന്മാരുടെയൊക്കെ ഡെത്ത് പോലെ തന്നെ ലാംഗ്വേജിനും എന്തുണ്ട്, ഡെത്ത് ഉണ്ട്, മരണമുണ്ട്. അപ്പോൾ എപ്പോഴാണ് ഇത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാംഗ്വേജ് ഇസ് സെഡ് ടു ബി ഡെഡ് ഓർ എക്സ്റ്റിൻക്റ്റ് വെൻ ഇറ്റ് ലോസസ് ഇറ്റ്സ് ലാസ്റ്റ് നേറ്റീവ് സ്പീക്കർ. അതിൻ്റെ അവസാനത്തെ നേറ്റീവ് സ്പീക്കറിനെ വരെ അത് ലോസ് ചെയ്യുകയാണെങ്കിൽ, അത് നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ എന്താണ്, ആ ലാംഗ്വേജ് ഡെത്തായി. അതായത് അവസാനം ഒരാളെങ്കിലും ആ ലാംഗ്വേജ് സംസാരിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ആ ലാംഗ്വേജ് അലൈവ് ഉള്ളൂ, അത് ജീവിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ എന്താണ്, ആ ലാംഗ്വേജ് മരണപ്പെട്ട് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ദ റിനൗണ്ട് ലിംഗ്വിസ്റ്റ് ഡേവിഡ് ക്രിസ്റ്റൽ എന്നുള്ള ഒരു റിനൗണ്ട് ലിംഗ്വിസ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ ഹിസ് ബുക്ക് ബൈ ഹൂക്ക് ഓർ ബൈ ക്രൂക്ക് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കുണ്ട്, എ ജേർണി ഇൻ സെർച്ച് ഓഫ് ഇംഗ്ലീഷിൻ്റെ സെർച്ച് ചെയ്തിട്ടുള്ള ഒരു ജേർണി എന്ന് പറയുന്നത്. ആ ഒരു ബുക്കിൽ അദ്ദേഹം പറയുന്നത്, വൺ ലാംഗ്വേജ് ഇസ് ഡൈയിങ് ഔട്ട് സംവെയർ ഇൻ ദ വേൾഡ് ഓൺ ആവറേജ് എവറി 2 weeks. ഓരോ 2 ആഴ്ച കൂടുമ്പോഴും എന്ത് സംഭവിക്കുന്നുണ്ട്, ലോകത്തിൻ്റെ ഏതോ ഭാഗത്ത് ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് ഡെഡ് ആവുന്നുണ്ട്, മരണപ്പെടുന്നുണ്ട്. അതായത് അത്രയും ലാംഗ്വേജസ് ആൾക്കാരിങ്ങനെ പറയുന്നത് നിർത്തുന്നുണ്ട്. അപ്പോൾ ഓരോ ലോകത്തിൻ്റെ എവിടെയോ ഏതോ ഭാഗത്തിൽ 2 ആഴ്ചയിൽ ഒരു തവണ ഒരു ലാംഗ്വേജ് മരണപ്പെടുന്നുണ്ട് എന്നാണ് ആ ബുക്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. Language death occurs most commonly when the native speakers of a particular language become bilingual and gradually start depending upon the second language for their everyday communication until they ceases to use their original language. അപ്പോൾ ലാംഗ്വേജ് എങ്ങനെയാണ് ഈ ലാംഗ്വേജ് മരണം സംഭവിക്കുന്നത്? വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെ ലാംഗ്വേജ് ഓരോന്ന് ഇല്ലാതാവുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഈ ലാംഗ്വേജ് ഡെത്ത് എങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു നേറ്റീവ് സ്പീക്കർ ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജ് സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹം ഗ്രാജ്വലി വേറൊരു സെക്കൻഡ് ലാംഗ്വേജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എവറി ഡേ കമ്മ്യൂണിക്കേഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ഒറിജിനൽ ലാംഗ്വേജ് അയാൾ മറന്നിട്ട് ആ ഒരു നേറ്റീവ് സ്പീക്കർ എന്താവാണ്, വേറെ ലാംഗ്വേജിനെ ഡിപ്പെൻഡ് ചെയ്ത് പോവുകയാണ്. ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ മലയാളികൾ ഇംഗ്ലീഷ് പഠിക്കുന്നു, ഇംഗ്ലീഷ് പഠിച്ചതിന് ശേഷം ഫുൾ ഇംഗ്ലീഷ് തന്നെ കമ്മ്യൂണിക്കേഷൻ ചെയ്യണം. മലയാളം സംസാരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, ആ മലയാളം എന്നുള്ള ലാംഗ്വേജ് അവിടെ ഡെഡ് ആവുകയാണ്. അപ്പോൾ ഇംഗ്ലീഷ് തന്നെ നമ്മൾ സ്റ്റാർട്ട് കമ്മ്യൂണിക്കേറ്റിംഗ് തുടങ്ങും. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ലാംഗ്വേജ് ഡെത്ത് സംഭവിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ദിസ് ഈസ് എ പ്രോസസ് ഓഫ് അസിമിലേഷൻ വിച്ച് മേ ബി വോളണ്ടറി ഓർ മേ ബി ഫോഴ്സ്ഡ് അപ്പൺ എ പോപ്പുലേഷൻ. ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്
വോളണ്ടറി നമ്മൾ സ്വമേധയാ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു പോപ്പുലേഷൻ്റെ മേലെ ഫോഴ്സ് ചെയ്ത് ചെയ്യുന്നതോ ആവാം. ഈ ലാംഗ്വേജ് മാത്രമേ നിങ്ങൾ സംസാരിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത് തന്നെയാണ് നമ്മുടെ ലാംഗ്വേജ് എന്ന് പറഞ്ഞ് ഒരു ജനങ്ങളുടെ മേലെ ഫോഴ്സ് ചെയ്ത് വെക്കുന്നതും ആവാം. അല്ലെങ്കിൽ സ്വമേധയാ ഞാനല്ല, എനിക്ക് മലയാളം വേണ്ട, അല്ലെങ്കിൽ എനിക്ക് ഹിന്ദി മതി, അല്ലെങ്കിൽ ഇംഗ്ലീഷ് മതി, ഇതാണ് എനിക്ക് ഫ്രഞ്ച് മതി എന്ന് പറഞ്ഞ് ഞാൻ സ്വമേധയാ പഠിച്ച് മാറുന്നതും ആവാം. അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഫോഴ്സ് ചെയ്ത് മാറ്റിപ്പിക്കുന്നതുമാവാം. People who speak regional languages may decide to abandon their native tongue in order to get more connected with the mainstream society and to get better educational and employment opportunities. Similarly, languages with a small, geographically isolated population of speakers can also die when their speakers are wiped out by genocide, disease, or natural disaster. So, people who speak regional languages സംസാരിക്കുന്ന ആൾക്കാർ may decide to abandon their native tongue in order to get more connected with the mainstream society. അപ്പോൾ മെയിൻസ്ട്രീം സൊസൈറ്റിയുമായിട്ട് കൂടുതൽ കണക്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ട് മാത്രം തന്നെ ഒരു നാട്ടുമ്പുറത്തുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേറ്റീവ് ഒരു റീജിയണൽ ലാംഗ്വേജിലുള്ള ഒരാൾ വിചാരിക്കുകയാണ് എനിക്ക് മെയിൻ സ്ട്രീം ആയിട്ടുള്ള ആൾക്കാരായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ, ഒരു സൊസൈറ്റിയിൽ ബെറ്റർ എഡ്യൂക്കേഷണൽ ആണെങ്കിലും എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം കിട്ടുകയാണെങ്കിൽ ഈ സൊസൈറ്റിയിൽ മെയിൻ സ്ട്രീം ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യേണ്ടി വരും? വേറെ ഭാഷ തന്നെ ആശ്രയിക്കേണ്ടി വരും. ഇപ്പോൾ എക്സാമ്പിൾ ഇംഗ്ലീഷ് തന്നെ നമുക്ക് എടുക്കാം. ഈ ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണ്. അപ്പോൾ നമ്മൾ മെയിൻ സ്ട്രീം സൊസൈറ്റിയിൽ ഇപ്പോൾ എവിടെ പോയാലും ഇംഗ്ലീഷ് അറിയണം. ഇംഗ്ലീഷ് അറിയാത്തവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഇംഗ്ലീഷ് അറിയുന്നതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് മറക്കുകയാണ്. ആ ഒരു ഇത് വിട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? മെയിൻ സ്ട്രീം ലാംഗ്വേജിലേക്ക് നമ്മൾ മോർ കണക്റ്റഡ് ആയി പോവുകയാണ്. So similarly, languages with a small geographically isolated population of speakers can also die when their speakers are wiped out by disease or natural disaster. So വളരെ ജോഗ്രഫിക്കലി വളരെ ചെറിയ ജോഗ്രഫിക്കൽ ലൊക്കേഷനിലുള്ള ലാംഗ്വേജസ്, വളരെ സ്മോൾ ആയിട്ടുള്ള ലൊക്കേഷനിലുള്ള ലാംഗ്വേജസ് സംസാരിക്കുന്ന ആൾക്കാരുടെ അവിടെയുള്ള ആൾക്കാരുടെ സ്പീക്കേഴ്സിന് എങ്ങനെയാണ് അവരുടെ ഇത് പോവുക? may be wiped out by genocide, disease or natural disaster. ഒരു ഡിസീസ് വരിക അല്ലെങ്കിൽ നാച്ചുറൽ ഡിസാസ്റ്റർ എന്തെങ്കിലും കലാമിറ്റീസ് വരിക ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഏരിയ തന്നെ പോവുകയാണ്. അപ്പോൾ ആ ഒരു ചെറിയ പോപ്പുലേഷൻ എന്താണ് അവിടെ ഇല്ലാതാവുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ലാംഗ്വേജും അവിടെ ഇല്ലാതാവുകയാണ്. അപ്പോൾ അങ്ങനെ ചെറിയ ജോഗ്രഫിക്കൽ ലൊക്കേഷനുള്ള ആൾക്കാരുടെയൊക്കെ അങ്ങനെ അവരുടെ ജോഗ്രഫി ഇല്ലാതാവുമ്പോൾ തന്നെ അവരുടെ ലൊക്കേഷൻ ഇല്ലാണ്ട് എന്തെങ്കിലും നാച്ചുറൽ ഡിസാസ്റ്ററോ അല്ലെങ്കിൽ ഡിസീസോ വന്ന ഒരു റീജിയണൽ ആ ഒരു റീജിയൻ ഇല്ലാണ്ടാവുമ്പോൾ തന്നെ എന്ത് പറ്റുകയാണ്? ആ ഒരു ലാംഗ്വേജും അവിടെ ഡെഡ് ആവുകയാണ്. അപ്പോൾ പിന്നെ ഇതുപോലെ മേലെ പറഞ്ഞ പോലെ മെയിൻ സ്ട്രീം ആൾക്കാരായിട്ട് സൊസൈറ്റിയുമായിട്ട് ബെറ്റർ എഡ്യൂക്കേഷണൽ ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടണമെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കണം അല്ലേ? അപ്പോൾ നമുക്ക് തന്നെ ഒരു ഉദാഹരണമാണ്, നമ്മൾ മെയിൻ സ്ട്രീമിൽ എത്തണമെങ്കിൽ നമുക്കിത് ഇംഗ്ലീഷ് അറിയണം, എങ്കിലേ നമുക്ക് വേറെ രാജ്യത്ത് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മെയിനായിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ നമുക്ക് മെയിനായിട്ടുള്ള ഒരു റീച്ച് കിട്ടണമെങ്കിൽ, ഒരു ഇതിലെത്തിപ്പെടണമെങ്കിൽ എന്ത് പറ്റണം? കോമൺ ആയിട്ടുള്ള യൂണിവേഴ്സൽ ലാംഗ്വേജസ് എല്ലാം പഠിക്കണം. അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ലാംഗ്വേജ് ഉണ്ടാവും, മേ ബി ഓക്കെ, റീജിയണൽ ലാംഗ്വേജസ് എല്ലാവർക്കും ഉണ്ടാവും. നമ്മുടെ അതത് പ്രദേശത്തുള്ള ആ ഒരു ജോഗ്രഫിക്കൽ ലൊക്കേഷനിലുള്ള ലാംഗ്വേജസ് ഉണ്ടാവും. പക്ഷേ ആ ലാംഗ്വേജസ് വെച്ചിട്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ലാംഗ്വേജസ് പഠിക്കില്ല. പിന്നെ കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ പറയുന്ന ഇംഗ്ലീഷിനായിരിക്കും. The dead languages fall into two major categories: dormant and extinct. Some dead languages may continue to be used as a symbol of ethnic identity to a particular group. സോ ഈ ഡെഡ് ലാംഗ്വേജസ് എന്ന് പറയുന്നത് രണ്ട് മേജർ കാറ്റഗറീസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്: ഡോമൻറ്റ് ആൻഡ് എക്സ്റ്റിങ്ക്റ്റ്. സം ഡെഡ് ലാംഗ്വേജസ് മേ കണ്ടിന്യൂ ടു ബി യൂസ്ഡ് ആസ് എ സിമ്പിൾ ഓഫ് എത്നിക് ഐഡൻറ്റിറ്റി ടു എ പെർട്ടിക്കുലർ ഗ്രൂപ്പ്. ചില ഡെഡ് ലാംഗ്വേജസ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സിമ്പിൾ ഓഫ് എത്നിക് ഐഡൻറ്റിറ്റി ആയിട്ട് തന്നെ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു, ഒരു കണ്ടിന്യൂ അത് ചെയ്യുന്നുണ്ട്. ഓക്കെ, സച്ച് ലാംഗ്വേജസ് ആർ കോമൺലി കോൾഡ് ഡോർമെൻറ്റ് ലാംഗ്വേജസ്. അങ്ങനെയുള്ള ലാംഗ്വേജസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡോർമെൻറ്റ് ലാംഗ്വേജസ് എന്ന് പറയുന്നത്. അതായത് ഈവൻ ഇഫ് ദ ലാംഗ്വേജ് ഇസ് ഡെഡ്, ഈ ഒരു ചില ലാംഗ്വേജസ് ഡെഡ് ആയതിന് ശേഷവും ആ ഒരു ലാംഗ്വേജ് വേറൊരു പെർട്ടിക്കുലർ ഗ്രൂപ്പുമായിട്ട് കണ്ടിന്യൂ ചെയ്യും. അങ്ങനെയുള്ള ലാംഗ്വേജസിനെയാണ് നമ്മൾ ഡോർമെൻറ്റ് ലാംഗ്വേജസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡോർമെൻറ്റ് ആൻഡ് എക്സ്റ്റിൻക്റ്റ് രണ്ട് മേജർ കാറ്റഗറീസ് ആണ് നമുക്കുള്ളത്. ത്രൂ ഡോർമെൻറ്റ് ലാംഗ്വേജസ് ഹാവ് നോ proficient user, they still retain some social uses. On the other hand, extinct languages are no longer claimed by any community as their heritage identity. They are neither spoken nor studied in any social or academic context. So ഈ പറഞ്ഞ ഡോർമെൻറ്റ് ആയിട്ടുള്ള ലാംഗ്വേജസിനെ എന്താണ്
അതായത് രണ്ട് ഇതായിട്ട് തിരിച്ചു നമ്മൾ അല്ലേ, ലാംഗ്വേജ് ഡെഡ് ലാംഗ്വേജസിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചു, ഒന്ന് ഡോർമെൻറ്റും എക്സ്റ്റിങ്ക്റ്റും. അപ്പോൾ ഈ ഡോർമെൻറ്റ് ലാംഗ്വേജസ് എന്ന് പറയുന്നത് അതിന് പ്രൊഫിഷ്യൻ്റ് ആയിട്ടുള്ള യൂസറൊന്നും ഉണ്ടാവില്ല, പക്ഷേ എങ്കിലും ചില സോഷ്യൽ യൂസസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇതിൽ എക്സാമ്പിളൊന്നും തന്നിട്ടില്ല, പക്ഷെ എങ്കിലും ഒരു ലാംഗ്വേജ് ഡെഡ് ആയിക്കഴിഞ്ഞിട്ട് വേറൊരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് അതിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ ഡോർമെൻറ്റ് ഡെഡ് ലാംഗ്വേജ് ആയിട്ട് നമ്മൾക്ക് കാറ്റഗറൈസ് ചെയ്യാം. ഇനി അഥവാ എക്സ്റ്റിൻക്റ്റ് ലാംഗ്വേജസ് എന്ന് പറയുന്നത് ആർ നോ ലോങ്ങർ ക്ലെയിംഡ് ബൈ എനി കമ്മ്യൂണിറ്റി ആസ് ദെയർ ഹെറിറ്റേജ് ഐഡൻറ്റിറ്റി. ആൻഡ് എക്സ്റ്റിൻക്റ്റ് ലാംഗ്വേജസ് എന്ന് പറയുന്നത് ഡെഡ് ലാംഗ്വേജ് തന്നെയാണ്. അപ്പോൾ അതിനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു കമ്മ്യൂണിറ്റിയും അക്സെപ്റ്റ് ചെയ്യുന്ന ലാംഗ്വേജസ് ആയിരിക്കില്ല. അത് ഡെഡായി, പ്യുവർലി അത് ഡെഡായി കഴിഞ്ഞു. അതിൻ്റെ ഒരു തരത്തിലുള്ള കമ്മ്യൂണിറ്റീസും അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. നെയ്തർ സ്പോക്കൺ നോർ സ്റ്റഡീഡ് ഇൻ എനി സോഷ്യൽ ഓർ അക്കാഡമിക് കോണ്ടെക്സ്റ്റ്. അത് സംസാരിക്കുകയോ അല്ലെങ്കിൽ പഠിക്കുകയോ ചെയ്യുന്നില്ല. ഒരു അക്കാഡമിക് കോണ്ടെക്സ്റ്റിലോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ സിറ്റുവേഷനിലോ അത് നമ്മൾ സംസാരിക്കുകയോ അല്ലെങ്കിൽ പഠിക്കുകയോ ചെയ്യുന്നില്ല. അങ്ങനെയുള്ളതിനാണ് നമ്മൾ എക്സ്റ്റിങ്ക്റ്റ് ഡെഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെഡ് ലാംഗ്വേജ് രണ്ട് മേജർ കാറ്റഗറീസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്, ഡോർമെൻറ്റ് ആൻഡ് എക്സ്റ്റിങ്ക്റ്റ്. അപ്പോൾ അടുത്തത് ലിമിറ്റേഷൻസ് ഓഫ് ആനിമൽ കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ ആനിമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹ്യൂമൻ കമ്മ്യൂണിക്കേഷനേക്കാളും ഡിഫറെൻ്റ് ഉണ്ട്, ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ഹ്യൂമൻ കമ്മ്യൂണിക്കേഷനാണ് കുറച്ചുകൂടെ ബെറ്റർ അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അനിമൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ്റെ ഡിഫറൻസിൻ്റെ നോട്ട്സൊക്കെ ഞാൻ ടെലിഗ്രാം ചാനലിൽ ഇടാം. ഇതിലിപ്പോൾ നമുക്ക് പഠിക്കാൻ നമ്മുടെ സിലബസിലുള്ള ലിമിറ്റേഷൻസ് ഓഫ് ആനിമൽ കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ അത് ഞാൻ അതിൽ പറഞ്ഞു പോകുന്നുണ്ട്. ബാക്കി എല്ലാ നോട്ട്സും ആ അനിമൽ കമ്മ്യൂണിക്കേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും അതിൻ്റെ കുറേ നോട്ട്സ് ഉണ്ട്, അതെല്ലാം ഞാൻ ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ലിമിറ്റേഷൻസ് ഓഫ് ആനിമൽ കമ്മ്യൂണിക്കേഷൻ നോക്കാം. ഒന്നാമത്തെ, animal communication doesn't involve words. It is limited to a few signals, body movements or excretion of hormones. സോ അനിമൽ കമ്മ്യൂണിക്കേഷൻ്റെ ഏറ്റവും ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് അതിൽ വേർഡ്സ് ഇൻവോൾവ്ഡ് അല്ല, അവർക്ക് സംസാരിക്കാനായിട്ട് പറ്റില്ല. ഓൺലി സിഗ്നൽസ് ആൻഡ് ബോഡി മൂവ്മെൻറ്റ്സ് അല്ലേ. അപ്പോൾ അവർക്ക് സിഗ്നൽസും ആ ബോഡി മൂവ്മെൻറ്റ്സ് മാത്രമേ കാണാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അഥവാ ഒരു എക്സ്ക്രീഷൻ ഓഫ് ഹോർമോൺസ്, ആ ഒരു ബാലൻസ് മാത്രം, ആ ഒരു കാര്യങ്ങൾ മാത്രമേ അവർക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതാണ് അനിമൽ കമ്മ്യൂണിക്കേഷൻ ഒന്നാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, animal communication is usually limited to the sharing of signals among the animals of a single species and sometimes sent by or directed to one gender of that species. സോ രണ്ടാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് അനിമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഷെയറിങ് ഓഫ് സിഗ്നൽസ് എമംഗ് ദ അനിമൽസ് ഓഫ് എ സിംഗിൾ സ്പീസീസ്. അതായത് ഇപ്പോൾ പൂച്ചകളുടെ ആണെങ്കിൽ പൂച്ചയ്ക്കാണ് കമ്മ്യൂണിക്കേഷൻ എന്നുണ്ടെങ്കിൽ പൂച്ചകൾക്ക് മാത്രമേ പൂച്ചയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നായകളുടെ ആണെങ്കിൽ നായകൾക്ക് മാത്രമേ നായകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു രീതിയാണ് ഈ അനിമൽ കമ്മ്യൂണിക്കേഷനിലുള്ളത്. ആൻഡ് സംടൈംസ് സെൻഡ് ബൈ ഓർ ഡയറക്റ്റഡ് ടു വൺ ജെൻഡർ ഓഫ് ദാറ്റ് സ്പീസീസ്. ആൻഡ് സംടൈംസ് എന്താണ്, ആ ഒരു സ്പെസിഫിക് ജെൻഡേഴ്സിന് മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു പൂച്ച ആൺപൂച്ചയാണെങ്കിൽ ആൺപൂച്ചയും മാത്രമേ കമ്മ്യൂണിക്കേഷൻ നടക്കുള്ളൂ, അല്ലെങ്കിൽ പെൺപൂച്ചയും മാത്രമേ കമ്മ്യൂണിക്കേഷൻ നടക്കുള്ളൂ. ആ ഒരു രീതി അനിമൽ കമ്മ്യൂണിക്കേഷനിലുണ്ട്. അതും വലിയൊരു ലിമിറ്റേഷൻ ആയിട്ടാണ് കാണുന്നത്. നെക്സ്റ്റ് വൺ, animal communication is limited only to a number of purposes, primarily responses to various stimuli. It is often aimed at attracting mates, establishing dominance, defending territory, food-related signals, warning about the presence of predators and so on. It cannot be descriptive or narrative like human communication. അപ്പോൾ അനിമൽ കമ്മ്യൂണിക്കേഷൻ്റെ വേറൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങൾക്ക്, കുറച്ച് നമ്പർ ഓഫ് പർപ്പസസിന് മാത്രമേ ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ്? പ്രൈമറിലി റെസ്പോൺസസ് ടു വേരിയസ് സ്റ്റിമുലി ആയിട്ടുള്ള പെട്ടെന്നുള്ള റെസ്പോൺസസ് അല്ലേ. നമുക്കൊക്കെ ഉള്ള പോലെ തലച്ചോറുമായിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ കാലിൽ പൊള്ളലേൽക്കുമ്പോഴോ അല്ലെങ്കിൽ ചൂടേൽക്കുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാകുന്ന ആ ഒരു സ്റ്റിമുലി, അങ്ങനെയുള്ള റിയാക്ഷൻസാണ് അനിമൽ കമ്മ്യൂണിക്കേഷനിൽ വരിക. ആൻഡ് എയിംഡ് അറ്റ് അട്രാക്റ്റിംഗ് മെയ്റ്റ്സ്, അവരുടെ കൂടെയുള്ള ആൾക്കാരെ തന്നെ അട്രാക്റ്റ് ചെയ്യാനായിട്ട്, അവരുടെ മെയ്റ്റ്സിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ട്. ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് ഡോമിനൻസ് കാണിക്കാനായിട്ട്. ആൻഡ് ഡിഫെൻഡിങ് ടെറിട്ടറി, അവർ ടെറിട്ടറിക്ക് വേണ്ടിയിട്ടുള്ള ഡിഫെൻഡിങ്ങിന്. അതുപോലെ തന്നെ ഫുഡ് റിലേറ്റഡ് സിഗ്നൽസ്, ഫുഡിന് വേണ്ടിയില്ല അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള സിഗ്നൽസ്. ആൻഡ് വാർണിംഗ് അബൌട്ട് ദ പ്രസൻസ് ഓഫ് പ്രിഡേറ്റേഴ്സ് ആൻഡ് സോ ഓൺ. അപ്പോൾ ആരെങ്കിലും വരുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സിഗ്നൽസോ വാർണിംഗ്സോ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു നമ്പർ ഓഫ് പേർപ്പസസിന് മാത്രമേ അനിമൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കാനായിട്ട് പറ്റുന്നുള്ളൂ. ആൻഡ് ഇറ്റ് കനോട്ട് ബി ഡിസ്ക്രിപ്റ്റീവ് ഓർ നറേറ്റീവ്
ലൈക്ക് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ മനുഷ്യന്മാരുടെ കമ്മ്യൂണിക്കേഷൻ പോലെ ഡിസ്ക്രിപ്റ്റീവോ അല്ലെങ്കിൽ നറേറ്റീവോ ആയിട്ട് നമുക്കിങ്ങനെ നമ്മളൊക്കെ ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ കഥ പറഞ്ഞിരിക്കുന്ന പോലെയോ അല്ലെങ്കിൽ കോമഡി പറഞ്ഞ പോലെ ഒന്നും അവർക്ക് പറ്റില്ല. അവർക്ക് ഈ ഒരു പർപ്പസസ് ഉണ്ട്, ഇതിന് മാത്രമേ അവർക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതൊരു വലിയ ലിമിറ്റേഷൻ ഓഫ് അനിമൽ കമ്മ്യൂണിക്കേഷൻ ആണ്. നെക്സ്റ്റ് വൺ, animal communication lacked the scope of human language as each signal used by an animal convey only one message, usually the expressions of physical needs or the responses to threat. Unlike humans, animals cannot converse about a wide variety of topics. So animal communication എന്ന് പറയുന്നത് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ പോലെയല്ല. അതായത് ഓരോ സിഗ്നലിലും ഒരൊറ്റ മെസ്സേജ് അവർക്ക് കൺവേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഒരു എക്സ്പ്രഷൻ മാത്രമേ അവർക്ക് ആ ഫിസിക്കൽ നീഡ്സിലൂടെ അല്ലെങ്കിൽ റെസ്പോൺസസിലൂടെ കൺവേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ ഹ്യൂമൻസിനെ പോലെ എന്ത് പറ്റില്ല, ഒരു വൈഡ് വെറൈറ്റി ഓഫ് ടോപ്പിക്സ് ഒന്നും അവർക്കില്ല. അവർക്ക് അവരുടെ ഈ പറഞ്ഞ കുറച്ച് പർപ്പസസ് ഉണ്ട്, അതിനു വേണ്ടി മാത്രമേ അവർക്ക് റിയാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ പറ്റുന്നുള്ളൂ. നെക്സ്റ്റ് വൺ, അനിമൽ കമ്മ്യൂണിക്കേഷൻ ലാക്സ് ദ സ്കോപ്പ് ടു ബി ക്രിയേറ്റീവ് ആൻഡ് ഇൻ്റലക്ച്വൽ. നമ്മുടെ മനുഷ്യന്മാരെ പോലെ ക്രിയേറ്റീവായിട്ടോ ഇൻ്റലക്ച്വൽ ആയിട്ടോ ഉള്ള കമ്മ്യൂണിക്കേഷൻ്റെ സ്കോപ്പൊന്നും അനിമൽ കമ്മ്യൂണിക്കേഷനിലില്ല. നെക്സ്റ്റ് വൺ, അനിമൽസ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ഓൺലി അബൌട്ട് കോൺക്രീറ്റ് circumstances, not about abstract, hypothetical and distant ideas. അതായത് അവർക്ക് നേരിട്ട് കണ്ടിട്ട് മാത്രമേ സംസാരിക്കാനല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലേ. നേരിട്ട് കണ്ടിട്ട് മാത്രമേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സിഗ്നൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഹ്യൂമൻ ബീങ്സിന് അങ്ങനെയല്ല. അപ്പോൾ ഈ മൊബൈൽ ഫോൺ ഉണ്ട്, അല്ലെങ്കിൽ എങ്ങനെ നമുക്കത് കമ്മ്യൂണിക്കേഷൻ എത്തിക്കാം, എഴുത്തിലൂടെ ആണെങ്കിലും ഫോൺ വിളിച്ച് സംസാരിക്കുകയാണെങ്കിലും ഒക്കെ പറ്റും. പക്ഷേ ഒരു ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഐഡിയാസൊന്നും ഇവർക്ക് പറ്റില്ല. ഇവർക്ക് എന്ത് ചെയ്യണം, അടുത്തുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ജസ്റ്റ് അവർക്ക് സിഗ്നൽസ് മാത്രം അറിയിച്ച് കൊടുക്കാമെന്ന് മാത്രം. അല്ലാതെ നമ്മളെപ്പോലെ വിളിച്ച് അരമണിക്കൂർ 1 മണിക്കൂർ സംസാരിക്കാനോ നമ്മുടെ കാര്യങ്ങൾ എന്താ പറയുക ഷെയർ ചെയ്യാനോ എന്നുള്ള ആ ഒരു രീതിയൊന്നും അനിമൽ കമ്മ്യൂണിക്കേഷനിൽ പോസിബിൾ അല്ല. നെക്സ്റ്റ് വൺ, animal communication cannot be used record the ideas of the past. It is limited mostly to current events. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് വിളിച്ച് സംസാരിക്കാനോ അല്ലെങ്കിൽ എഴുതി ലെറ്റർ അയക്കാനോ ഒന്നും നമുക്ക് പറ്റില്ല അനിമൽ കമ്മ്യൂണിക്കേഷനിൽ. അതുപോലെ തന്നെ നമ്മുടെ പാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, മുന്നേ നടന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ ഐഡിയാസോ ഒന്നും റെക്കോർഡ് ചെയ്യാനോ അത് വീണ്ടും കാണാനോ കേൾക്കാനോ അങ്ങനെയൊന്നും ഉള്ളൊരു പോസിബിലിറ്റി ഇവിടെ ഇല്ല. ഇറ്റ് ഈസ് ലിമിറ്റഡ് മോസ്റ്റ്ലി ടു കറൻറ്റ് ഈവൻറ്റ്സ്. ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ അത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഇന്നലെ അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളൊന്നും അനിമൽ കമ്മ്യൂണിക്കേഷനിലില്ല. അതുപോലെ തന്നെ നേരിട്ട് മാത്രമേ ഇവർക്ക് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലേ. നേരിട്ട് ഇപ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലത്തുള്ളവർക്ക് മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ ഇവിടെ അവസാനിച്ചു.